നമസ്കാരം സുഹൃത്തുക്കളെ, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കാര്യം 5:30 എഴുന്നേറ്റാണ്. 5:30 എഴുന്നേറ്റ് സൺറൈസൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുമായിരുന്നു. പക്ഷേ നടന്നില്ല. ഇതാണ് ആംബിയൻസ് കൊടുത്തത്. അത് ഫുള്ള് കാർമേഘമാണ്. ഇവിടെ മഴ പെയ്യുന്ന സമയമായതുകൊണ്ട് കോടയോ മറ്റേ ടൈം ലാപ്സോ സൺറൈസോ അങ്ങനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇന്ന് മഴേൻ്റെ ദിവസമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇന്നലെ ജീപ്പിൽ പോയ ട്രെയിലാണത്. അതെന്താണെങ്കിലും മേലെ വരെ നമ്മളെന്താണെങ്കിലും ബൈക്ക് കയറ്റി കൊണ്ടുപോകണം. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ പോയിട്ട് ഒരു ചായ കിട്ടുമോ നോക്കാം. ഞങ്ങളുടെ കയ്യിലൊരു ബിസ്ക്കറ്റ് ഉണ്ട്. അവിടെ ചായക്കട ഉണ്ടല്ലേ, ഒരു ചെറിയ ബിസ്ക്കറ്റ് ഉണ്ട്. ബിസ്ക്കറ്റൊക്കെ ലിറ്റിൽ ഹാർട്ട്സ്. അപ്പോൾ ശരി, കാണാം, റോഡിൽ കാണാം. രാവിലെ തന്നെ നമുക്ക് കട്ടൻ കാപ്പി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്നാളുള്ള ഈ ട്രെയിൽ കയറാൻ തീരുമാനിച്ച മേലേക്ക്. ട്രെയിലെന്നൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല, ഒരു ചെറിയൊരു ഓഫ് റോഡ് പോലെയാണ്. പക്ഷെ നല്ല രസമായിരിക്കും. അപ്പോൾ കാപ്പി കൂടി കഴിഞ്ഞിട്ട് നമ്മൾ എനർജറ്റിക്കായി നമ്മൾ ചെറുതായിട്ട് ജാക്കറ്റൊക്കെ ഇട്ട് മേലെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ജാക്കറ്റ് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് നേരെ മേലേക്ക് ഇപ്പോൾ കയറാൻ പോകുന്നത്. അപ്പോൾ കാണാം. ഓക്കെ സുഹൃത്തുക്കളെ, ഞങ്ങൾ എന്താണേലും ഇതിൻ്റെ മലേൻ്റെ മേളിൽ വന്നു. അപ്പം പൊരിഞ്ഞ മഴ തുടങ്ങി. അപ്പോൾ ഇതാണ് ഏകദേശം വ്യൂ. ഇവിടുത്തെ നിങ്ങൾ വന്നപ്പം വ്യൂസൊക്കെ കണ്ടാണല്ലോ. ഇതാണ് ഇവിടുത്തെ വ്യൂസ്. നല്ല മഴയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ വണ്ടി തെറ്റുമെന്നൊക്കെ ഒരു ഡൗട്ട് അടിച്ചിട്ട് ഞങ്ങൾ വേഗം ചാടി ഇറങ്ങുകയാണ്. വരുന്ന വഴി ഇച്ചിരി ഒരു പ്രശ്നം, കുഴപ്പമൊന്നുമില്ല, CVR ഒക്കെ ആയതുകൊണ്ടാണ് തെന്നിയടിച്ച് മറിഞ്ഞ് വീഴല്ലെന്ന് വിചാരിച്ചിട്ട്. ഓഫ് റോഡ് കേപ്പബിലിറ്റിയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ശരി, റോഡിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുന്നതിന് ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് വിട്ടു പോവാണ്. പോകുന്ന വഴിക്ക് റോഡിൽ കാണാം. അകത്തെ പാക്കിംഗ് ആണ്. മഴ സെറ്റ് പോലെ. ഓ, മഴ വരാൻ തുടങ്ങി. ഒക്കെ പോയേക്കാം. അയ്യോ, ഞാനേ എൻ്റെ ഹെൽമെറ്റിൻ്റെ ഇതിട്ടില്ല, ക്ലിപ്പ്. ഓ എൻ്റെ പൊന്നു മോനെ, വണ്ടീൻ്റെ ഗ്രിപ്പ് പോയല്ലോടി. വെയിറ്റ് ചെയ്യ്. മുമ്പ് വണ്ടി ഫുള്ള് തെന്നിപ്പോയി. നൈസ് സ്പോട്ട്. ഓക്കെ, നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ നമ്മുടെ അടുത്ത ദിവസത്തെ ജേർണി ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ പ്ലാൻ ഇന്നലെ രാത്രി വീട്ടിലെത്താനായിരുന്നു. ഇന്ന് വൈകുന്നേരം, ഇന്ന് രാത്രി ഇപ്പോൾ വീട്ടിലെത്തി എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ പോവാണ്. അപ്പോൾ എറണാകുളം വരെ പോകണം. എറണാകുളത്ത് പോയിട്ട് ചെറിയൊരു ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തൃശ്ശൂർ വീട്ടിലെത്താനുള്ള പ്ലാനാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ്, ഇടുക്കിയിലാണ്, നിയർ കട്ടപ്പന.
ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ചെറുതോണിയിൽ നിന്ന് ഇടുക്കിയിൽ നിന്ന് പൈനാവ്, ഇടുക്കി ഓർ പൈനാവ്, പൈനാവിൽ നിന്ന് നേരെ തൊടുപുഴ ടു മൂവാറ്റുപുഴ ടു എറണാകുളം. ആ റൂട്ടാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. മെയിൻ റോഡ് ഇതിനെ പോയേക്കാന്ന് വിചാരിച്ച്. അപ്പോൾ റൂട്ടിൽ കാണാം. അപ്പോൾ അവിടെ ഒരു ഡാമുകളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ ചുമ്മാ റൈറ്റൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് പോകാനുള്ള പരിപാടിയാണ്. ആൻഡ് 300 meter ടേൺ ലെഫ്റ്റ് ടു തങ്കമണി കവിയൽ ഹിൽസ് റോഡ്, തങ്കമണി തോപ്രാംകുടി റോഡ്. വളവാണ്, ഞാൻ ട്രേക്കിംഗ് ആണ്, വലിയ വളവാ. മുന്നാർ നമുക്കൊരു സ്ഥലം വാങ്ങണല്ലേ, ഒരു വീടും ഒരു ഗെറ്റ് അവേ ഡെസ്റ്റിനേഷൻ പോലെ. ഗെറ്റ് അവേ ഡെസ്റ്റിനേഷൻ. എന്നിട്ട് നമുക്ക് ഈ മലയുടെ സൈഡില് ക്ലൗഡ് ഫാം പോലെ ഒരു ചെറിയ സെറ്റപ്പ്, ഒരു കുഞ്ഞി നമ്മുടെ വീടിന്റെ ബാക്കിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ, ആ ഒരു സെറ്റപ്പും കൂടി ഉണ്ടാക്കിയിടണം. എന്റെ ഇടുക്കി ഡാം ചെറുതോണി, യെസ്, ഇതല്ലേ ചെറുതോണി ഡാം അല്ലേ? ഓ ദയ്യ കടലക്കറീന് ഓണാക്കി വരുന്നുണ്ട്. എഴുതിയ ബേക്സ് ആൻഡ് ഫ്ലേക്സ് ഇവിടെ നിർത്തിയാലോ? ഞാൻ പറയുന്നേക്ക്, നമുക്ക് ഇവിടുന്ന് ലൈറ്റായിട്ട് കഴിക്കാം. ഇവിടുന്ന് ലൈറ്റായിട്ട് കഴിച്ചിട്ട് നമുക്ക് എറണാകുളത്ത് എത്തിയിട്ട് നമുക്ക് ഹെവി ആയിട്ട് കഴിച്ചിട്ട് നമ്മുടെ സാധനം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ വെള്ളം ചെയ്ത് വൈകുന്നേരം വീട്ടിലെത്താം. എന്ത് പറയുന്നു? ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ആ ബേക്കറിയിലേക്ക് വിടാം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൊടുപുഴ മൂവാറ്റുപുഴ റോഡിലാണ്. അപ്പോൾ ഏകദേശം സമയം എത്രയാಗಿದೆ? 3:30 കഴിഞ്ഞിരിക്കുന്നു. 3:30 കഴിഞ്ഞിരിക്കുന്നു. 3:30 കഴിഞ്ഞ് നമ്മൾ പയ്യെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്. എനിക്കിത് ഏറ്റവും കൂടുതൽ സ്പീഡ് ഫൈൻ കിട്ടിയ ഒരു റോഡുകളിൽ ഒന്നാണ് ഈ തൊടുപുഴ ഈ ഒരു സൈഡിലുള്ള റോഡ്. സോ മഴ ഇപ്പോൾ വന്നും പോയി ഇരിപ്പുണ്ട്. നമ്മുടെ കൂടെയാന്ന് തോന്നുന്നു മഴ, അറിയില്ല. റസാവേ നിങ്ങൾ പൊയ്ക്കോളൂ. സോ എന്താണ്, നമുക്ക് എറണാകുളത്ത് ഞങ്ങൾക്ക് ഒരു 5 മണിയോട് കൂടിയിട്ടെങ്കിലും എത്തണം. അതിനുശേഷം അവിടുന്ന് ഞങ്ങൾ പിന്നെ പയ്യെ എറണാകുളം മുതൽ മാള വരെ ഞങ്ങൾ അഖിതൻ്റെ വീട്ടിലേക്ക് പയ്യെ ഞങ്ങൾ പോവുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. എന്താണ് ലൈറ്റിനറി. സോ എനിവേസ് സൂപ്പർ, ഇതുവരെയുള്ള ട്രിപ്പ് സൂപ്പർ പൊള്ളി ട്രിപ്പ്. നമ്മൾ എൻ്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ട്രിപ്സ്. ആക്ച്വലി സോളോ ട്രിപ്പ് ഒരു വേറെ വൈബ്, ഇത് വേറെ തന്നെ ഒരു വൈബ്. ഓ ഭ്രാന്തൻ, എന്നെ പോക്കലവേ. ഓ ഭ്രാന്തൻ, എന്നെ പോക്കലവേ. ഞാൻ എന്റെ സാധനം ഞാൻ ഞെക്കി പിടിച്ചേക്കായിരുന്നു, കീ. ഞാൻ കേട്ടു. ഞാൻ ഇവൻ അത് കേട്ടെങ്കിലും പെട്ടെന്ന് മാറട്ടെ എന്ന് വിചാരിച്ചായിരുന്നു. അവരൊന്നുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു, അവർക്കല്ലേ, ആ കപ്പിൾസിന്. അവർക്ക് രണ്ടുപേർക്കും ശ്രദ്ധിക്കായിരുന്നു. പക്ഷെ അവൻ നോക്കാൻ ഇച്ചിരി ഡേഞ്ചർ ആവുന്നേ. ഡേഞ്ചർ ആയിരുന്നു. അവൻ ഇത്തിരി വളവ് വരുന്ന, അവൻ നന്നായിട്ട് കേറി വന്നായിരുന്നു. ഭയങ്കര ക്ലോസ് ആയിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ക്യാമറ കിട്ടിയല്ലോ അല്ലേ? ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ബെസ്റ്റ് ട്രിപ്സ് ആയിരുന്നു ഇത്. ആൻഡ് പിന്നൊന്നുമില്ല, അത്രയുള്ള അപ്ഡേറ്റ്. ഇനിയിപ്പോൾ ഇതോടുകൂടിയിട്ട് ഇന്നത്തെ ഈ ഒരു യാത്ര അവസാനിക്കും. ഇനി നമ്മൾക്ക് ഇവിടുന്ന് തൃശ്ശൂരെത്തി ചെറിയ ലോക്കൽ ട്രിപ്സോ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അപ്പുറത്തോട്ടോ ഉണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ വയനാട്ടിലേക്ക് വിടാനുള്ള പരിപാടിയാണ്. എനിവേസ്, അപ്പോൾ ശരി, റോഡിൽ കാണാം. ഇവന്മാര് ഇവിടെ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ നിർത്താ എന്നിട്ട് പയ്യനെ ഇങ്ങനെ നോക്കാം ഇങ്ങോട്ട് വരാം. യെസ്, കമോൺ. ഇവിടെ എന്നിട്ട് ഇങ്ങോട്ട് ലെഫ്റ്റ് അടിക്കാം, അവന്മാരെ കുത്തിക്കയറ്റ്. ഓക്കെ, ഓട്ടോ ചേട്ടൻ കുത്തിക്കയറ്റിയിരിക്കുന്നു. ഓട്ടോ ചേട്ടൻ്റെ പിന്നാലെ ഞാനും കുത്തിക്കയറ്റുന്നു.
ഓട്ടോ ചേട്ടാ, ഗിവ് മീ എ വേ. ഓട്ടോ ചേട്ടാ തരില്ല നീ. പലവട്ടം കാത്തു നിന്നു ഞാൻ ഓട്ടോയുടെ സൈഡിനായി, ഒരു തുള്ളി സൈഡ് പോലും തന്നില്ല നീ. കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? ഹായ്, അടിപൊളി. നല്ല നൈറ്റ്, നല്ല സൂപ്പർ ആട്ടോ. ലോ ലൈറ്റ് ഗോപ്രോയിൽ ഭയങ്കര രസമുണ്ട് കാണാൻ. ഒരു ഡ്യൂക്കൻ നിൻ്റെ സൈഡിലുണ്ട്, ഡ്യൂക്കൻ. അതൊക്കെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഒരു ഗ്ലൗസ് വാങ്ങാനുള്ള ഒരു പത്തപ്പാടിലാണ് ഞാനും അഗീതയും കൂടെ. ഞങ്ങൾ ഉണ്ടായിരുന്ന ഗ്ലൗസുകളെല്ലാം പഴയ ഗ്ലൗസുകളാണ്. ആക്ച്വലി എൻ്റെ അടുത്ത് 3-4 ഉണ്ടായിരുന്നു. അഗീതൻ്റെ ഗ്ലൗസ് ഒരെണ്ണം കളഞ്ഞുപോയി. എൻ്റെ ഗ്ലൗസിന് 2 എണ്ണത്തിന് ഓട്ട വീണു, ഒരെണ്ണത്തിന് വലിയ ഓട്ട വീണു. അപ്പോൾ എന്നുള്ള ഗ്ലൗസ് വാങ്ങാനുള്ളൊരു പരിപാടിയിലേക്കാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോ ക്വീൻ, ആ കയറിക്കോ ഓട്ടോ ക്വീൻ, കയറ്റി. ആയ്, ആ ഒരു പുറകോട്ട് വരല്ലേ. എന്ത് വണ്ടി അത്? BMW അല്ലേ? ഓക്കെ. 310 ഉണ്ട്, നിഞ്ച ഉണ്ട്, LD. ലക്ഷദ്വീപിലെ വണ്ടിയോ? ഇത് കൊള്ളാലോ. ആ, ഇതാണ് ഓട്ടോ ക്വീൻ. ഓക്കെ, നമുക്ക് പോയി നോക്കാം. കുറേ സാധനമുണ്ട്. ആ, ഉള്ളിലേക്ക് വരാം. സോറി. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ വാങ്ങിയ ഗ്ലൗസാണ് BBGൻ്റെ റൈഡിങ് ഗ്ലൗസ്. സംഭവം എന്ന് വെച്ചാൽ വലിയ എക്സ്പെൻസീവ് ഗ്ലൗസുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എത്ര നാൾ നിൽക്കുമെന്ന് നമുക്കറിയത്തില്ല. പിന്നെ നമ്മൾ ഒത്തിരി ഫാൻസി ഗ്ലൗസ് വാങ്ങിക്കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് അത്ര ഉപകാരമൊന്നുമില്ല നമുക്ക്. ഓൾറെഡി എനിക്ക് മഴയത്തിടാനൊരു ഗ്ലൗസ് ഉണ്ട്, പിന്നെ തണുപ്പത്ത് മഴയത്തും കൂടെ അത് ഉപയോഗിക്കാൻ സുഖമായിട്ട്. പിന്നെ ബാക്കപ്പ് ഇങ്ങനെ ഈ ഗ്ലൗസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മതി നമുക്ക്. ഇത് കുറച്ച് കംഫർട്ടബിളാണ് സിറ്റി റൈഡിന്, അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത്. BBGൻ്റെ നോർമൽ ഗ്ലൗസ്. ഇതിന് 1800 രൂപ MRP തന്നെയാണ് അവർ വാങ്ങിച്ചത്. ഓട്ടോ ക്വീനിൽ നിന്നാണ് വാങ്ങിച്ചത്. കോഴിക്കോടല്ല, സോറി, എറണാകുളം. അപ്പം ഗ്ലൗസ് റിവ്യൂ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. അഗിതേനെ നോക്കി ആ ടോൾ ബൂത്തിലെ പൈസ വാങ്ങുന്ന ചങ്ങായി ചേട്ടനാണോ ചേച്ചിയാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓ ചേച്ചിയാണോ? അപ്പം അഗിത പറഞ്ഞ ചേച്ചിയാണ്. അപ്പം ചേട്ടൻ പറഞ്ഞു, ഓ ഞാൻ സർപ്രൈസ് ആയി പോയെന്ന്. സോ എനിവേസ്, ഓക്കെ ഫൈൻ, ലെറ്റ്സ് കം ബാക്ക് ടു ദ റിവ്യൂ. സോ എന്താണേലും ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സ്കോയ്ക്കോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പഴയ ഒരു ഗ്ലൗസാണ്. അതിപ്പോൾ ബ്രാൻഡ് ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. അപ്പോൾ ഓൺലൈനൊക്കെ കിട്ടാറുണ്ടെന്നാണ് എൻ്റെ ആരോട് പറഞ്ഞായിരുന്നു. സോ എനിവേസ് അതിന് 700 രൂപയായിരുന്നു. എൻ്റെ അമ്മച്ചിയെ എന്ത് ലൈറ്റഡാണ് ഇത്! ഓഫ്, കണ്ണ് മണ്ണിൽ ചോലോ. ഓക്കെ, 700 രൂപയായിരുന്നു. അത് പിന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്നത് സ്പാർട്ടൻ്റെ ഒരു ഗ്ലൗസ് ആയിരുന്നു. അത് ഞാൻ കാശ്മീരൊക്കെ പോയി അത് ഏകദേശം പിഞ്ച് പറഞ്ഞത് നാശമായി. ഈ ഗ്ലൗസ് BBGൻ്റെ ഇപ്പം ഞാൻ വാങ്ങിയിരിക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചല്ലോ, BB സിറ്റി റൈഡർ എന്ന് പറയുന്ന ഒരു ഗ്ലൗസാണ്. ക്വാളിറ്റി വൈസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ എനിക്ക് കയ്യിൽ ഫീല് ഓക്കെയാണ്. അതായത് സോഫ്റ്റ് ഫീലിംഗ് ആണ് കയ്യിൽ, വേറെ അവിടെ ഇവിടെ ഹേർട്ട് ചെയ്യൊന്നുമില്ല. ഞാനിത് വാങ്ങിച്ചതിന് മെയിൻ കാരണം ഇതിൻ്റെ ഉള്ളിൽ ഗ്ലൗസിന് നമ്മുടെ കൈപ്പത്തിക്കുള്ളിൽ വരുന്ന ഭാഗമില്ല, ആ ഭാഗം ഇതാണ്, എന്താ പറയുക, തുണിയാണ്. സോ ഇതുണ്ടോ, ഈ തുണി പോലെയാണ് ഇരിക്കുന്നത്, കണ്ടോ, കാണാൻ പറ്റിയെന്ന് വിചാരിക്കാം. സോ അങ്ങനെ തുണി പോലെ ഇരിക്കുന്ന ഗ്ലൗസ് കൊണ്ട് 2-3 ഉപകാരമുണ്ട്. നമുക്ക് ചെറിയ മഴ പെയ്യുമ്പോൾ നമ്മുടെ ഹെൽമെറ്റ് ഒന്ന് വൃത്തിയാക്കാനോ, നമ്മുടെ ഗോപ്രോ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കാനോ ഒക്കെ അത് നല്ലതാണ്. നോർമലായിട്ട് നിലത്തൊന്ന് വീണ് കഴിഞ്ഞാൽ ചിലപ്പം കൈയിൻ്റെ തൊലി അന്ന് അധികമൊന്നും പോകാതിരിക്കാൻ രക്ഷപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എനിവേസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം വീട്ടിലേക്ക്, അഗിതൻ്റെ വീട് ആളയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ കുറച്ച് കിലോമീറ്റേഴ്സ് ഉള്ളൂ. ഞങ്ങളുടെ ഹോം സ്ട്രെച്ചായി വന്നിരിക്കുന്നു. ഞങ്ങൾ ലുലു മാളിലെ പാരഗൺ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ നല്ലൊരു മട്ടൻ ബിരിയാണി കൂടെ കഴിച്ച ഞങ്ങളുടെ ട്രിപ്പ് അതിഗംഭീരവും സക്സസ്ഫുള്ളായ ഞങ്ങളുടെ ട്രിപ്പ്. അതായത് ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത ട്രിപ്പ് ആണ് നമ്മൾ ഓൾമോസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ട്രിപ്പാണ്. ഞങ്ങളുടെ എല്ലാം വർത്തിട്ട് പോകുന്ന ട്രിപ്പായിരുന്നു ഇത്. ഞങ്ങൾക്ക് അധികം മഴ കിട്ടിയില്ല. മൂന്നാർ അടിപൊളി, എവറിത്തിങ് ഇസ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ഇൻ ദിസ് ട്രിപ്പ്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്, ഇല്ലേ അഖിലേ? ശരിക്കും കേട്ടോ. കാരണം ഇതിന് മുന്നേ നമ്മൾ മൂന്നാറൊക്കെ പോയപ്പോൾ നമ്മൾ ബാക്കിലിരുന്നാ പോയത്, എന്നുവെച്ചാൽ നമ്മൾ ഒറ്റ വണ്ടിക്കാണ് പോയത് ബൈക്കിന്. പക്ഷെ അപ്പോഴും പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് ഇരുന്ന് ഞാൻ തൊള്ള തുറന്ന് സംസാരിക്കണം, നാട്ടുകാർ മൊത്തം കേൾക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ എന്താന്ന് ഇങ്ങനെ ഹെൽമെറ്റും വെച്ച് ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ആ ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഇപ്രാവശ്യം ഉണ്ടായില്ല. ഇറ്റ് വാസ് വെരി സ്മൂത്ത്. ഓക്കെ, സൂപ്പർ. അപ്പം 2 ബൈക്കിനാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ഫുൾ കമ്മ്യൂണിക്കേഷൻ സെറ്റപ്പ് ഒരു അടിപൊളിയായിട്ട് എല്ലാ
അതായത് ഇന്ത്യയിലെ ബൈക്കേഴ്സ് അല്ലെങ്കിൽ ഈവൻ ലോകത്തിലെ എല്ലാ ബൈക്കേഴ്സിനും ഏകദേശം, ലോകത്തിലെന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യയിലെ എല്ലാ ബൈക്കേഴ്സിനും ഏകദേശം യൂസ്ഫുൾ ആകുന്ന ഒരു സംഭവം ഞങ്ങളിപ്പോൾ ഏകദേശം കുറച്ച് R&D വെച്ച് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങളത് ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ വളരെയധികം സക്സസ്ഫുൾ ആയ ട്രിപ്പ്, വളരെയധികം എൻജോയ് ചെയ്തൊരു ട്രിപ്പ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഏകദേശം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ റോഡിൽ കാണാം. നിങ്ങളുടെ സ്വന്തം TinsoBro ആൻഡ് അകിത പ്ലീസ് ബൈ പറയൂ. അപ്പോൾ ഗൈസ് പിന്നെ കാണാം, TinsoBroയുടെ കൂടെ റോഡിൽ കാണാം. ഓക്കെ ബൈ. സുലാൻ ഗൈസ്, ഗുഡ് നൈറ്റ് എവരിബഡി. ബി സേഫ്, ബി ഹാപ്പി. ഒത്തിരി ഇതൊക്കെ കപ്പിൾസിനെ ഇൻസ്പയർ ചെയ്യാനുള്ള ദുരുദ്ദേശമായി TinsoBro ആൻഡ് അകിത വിൽ ബി ബാക്ക് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ സുലാൻ, റോഡിൽ കാണാം. Bye-bye. Take care. Kochi.